അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. രോഗക്കിടക്കയിലും ഡീക്കന്മാർക്ക് സന്ദേശവുമായി ഫ്രാൻസിസ് പാപ്പ. റോമിലെ ജെമെല്ലി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന പാപ്പ സ്നേഹത്തോടെ സേവനം തുടരാനാണ് ഡീക്കന്മാർക്ക് ആഹ്വാനം നൽകിയത്. ഒപ്പം തന്നെയും ആശുപത്രിയിലുടനീളമുള്ള രോഗികളെയും പരിചരിക്കുന്ന ഡോക്ടർമാരോടും ആരോഗ്യ പ്രവർത്തകരോടും നന്ദി അറിയിക്കുകയും ചെയ്തു. എണ്ണമറ്റ മനുഷ്യജീവനുകൾ ഇല്ലാതാക്കുന്ന ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ വ്യാപിപ്പിക്കുന്നതിനുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കത്തിനെതിരെ അമേരിക്കൻ മെത്രാൻ സമിതി. വന്ധ്യത അനുഭവിക്കുന്ന നിരവധി ദമ്പതികളുടെ കഷ്ടപ്പാടുകൾ തങ്ങൾ കാണുന്നുണ്ടെന്നും ഈ സ്ഥിതിയിൽ ജീവനെ നശിപ്പിക്കാനുള്ള സർക്കാരിന്റെ ശ്രമം ഖേദകരമാണെന്നും US കത്തോലിക്ക മെത്രാൻ സമിതിയുടെ പ്രോ ലൈഫ് പ്രവർത്തനങ്ങൾക്കായുള്ള കമ്മിറ്റി ചെയർമാൻ ബിഷപ്പ് ഡാനിയൽ തോമസ് പറഞ്ഞു. നൈജീരിയയിലെ ഷെൻഡം കത്തോലിക്ക രൂപതയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ കത്തോലിക്ക വൈദികൻ മോചിതരായി. ഫാദർ കൊർണേലിയസ് മൻസാക്കാണ് തടവിൽ നിന്ന് അത്ഭുതകരമായി മോചിതനായത്. രാജ്യ തലസ്ഥാനമായ അബുജയിലെ കത്തോലിക്ക അതിരൂപതയുടെ കീഴിലുള്ള അജ്ഞാത ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിലാണ് വൈദികൻ. ഷെൻഡം രൂപതയുടെ കമ്മ്യൂണിക്കേഷൻ ഡയറക്ടറായ ഫാദർ ജോസഫ് ഓസ്കാർ പാമാണ് വൈദികർ മോചിതനായ വിവരം പുറലോകത്തെ അറിയിച്ചത്. അതേസമയം നൈജീരിയയിൽ നിന്ന് മറ്റു 2 കത്തോലിക്ക വൈദികരെ കൂടി തട്ടിക്കൊണ്ടുപോയി. US-ലെ മുതിർന്നവരിൽ നിന്ന് ശേഖരിച്ച ഡാറ്റ പ്രകാരം പുരോഹിതരും സമർപ്പിതരും അവരുടെ ജോലിയിൽ ഏറ്റവും അർത്ഥം കണ്ടെത്തുകയും കുറഞ്ഞ സമ്മർദ്ദം അനുഭവിക്കുകയും ചെയ്യുന്നുവെന്ന് റിപ്പോർട്ട്. വാഷിംഗ്ടൺ പോസ്റ്റിൽ നിന്നുള്ള റിപ്പോർട്ട് അനുസരിച്ച് വ്യക്തിഗത പരിചരണവും സേവനവും ചെയ്യുന്ന വിഭാഗത്തിലുള്ളവർ രാജ്യത്തെ സംതൃപ്തരായ ജോലിക്കാരുടെ പട്ടികയിൽ ഏറ്റവും മുന്നിലാണ്. ജൂബിലിയുടെ 4ാമത്തെ പ്രധാന പരിപാടിയായ ഡീക്കന്മാരുടെ ജൂബിലി ആഘോഷത്തിനായി റോമിലെത്തിയത് 6000 തീർത്ഥാടകർ. റോമിലെ 12 ദേവാലയങ്ങളിൽ പ്രാർത്ഥനയോടെയാണ് പരിപാടികൾ ആരംഭിച്ചത്. ഫെബ്രുവരി 22-നാണ് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ വിശുദ്ധവാതിലൂടെ പ്രവേശിക്കാനും ദണ്ഡവിമോചനം സ്വീകരിക്കുവാനുള്ള അവസരം ഒരുക്കിയത്. വത്തിക്കാനിലെ പോൾ 6 ഹാളിൽ നടക്കുന്ന പ്രാർത്ഥനയോടെ പരിപാടികൾക്ക് സമാപനം കുറിക്കും. ഇതോടെ ചർച്ച് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.